വൈദ്യുതി ചാർജ് വർധനവിലൂടെ സർക്കാർ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യുതി ബോർഡിലെ അനാസ്ഥയ്ക്കും അഴിമതിക്കും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗുണഭോക്താക്കളാണ്. ഈ സർക്കാർ 5 പ്രാവശ്യമാണ് വില കൂട്ടിയത്. ഇപ്പം 16 പൈസയാണ് വില കൂട്ടിയിരിക്കുന്നത്, 16 പൈസ. ഈ കൂട്ടലൊരു ചതി കൂടിയുണ്ട്. കാരണം ഇപ്പം ഇത് ഡിസംബർ മാസമാണ്. ഈ വർഷത്തെ ചാർജ് 16 പൈസ കൂട്ടിയോടൊപ്പം ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ 12 പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ 2 കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് 50 രൂപയോളം കൂടുതൽ വരും. മാർച്ച് മാസം കഴിഞ്ഞാൽ അത് 100 രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ്. മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും. ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 20 പൈസ കുറച്ചു കൊടുത്ത. അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്ന് 1000 ചില്ലാൻ കോടി രൂപ മാത്രമാക്കി കടം 2016. ഈ 2024 ആയപ്പോൾ കടം 1083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിച്ചു. ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. കോൺഗ്രസും UDFും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത്.